എക്സാലോജിക്കും CMRലും തമ്മിൽ നടന്ന ഇടപാടിൽ ദുരൂഹതയുണ്ട് എന്നാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇടപാടിന് പിന്നിൽ അഴിമതിയുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടും. ഏതായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. SFIയുടെ കുറ്റപത്രം വന്നിരിക്കുന്നു. പ്രോസിക്യൂഷനുമായി നടപടികളുമായി മുന്നോട്ട് പ്രോസിക്യൂട്ട് ചെയ്യാം എന്നതിൽ അനുമതി നൽകിയിരിക്കുന്നു കമ്പനികാര്യ മന്ത്രാലയം. സ്വാഭാവികമായും ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന നിയമ നടപടിയായി മാറിയിരിക്കുന്നു. സലിം മാലിക് നമ്മളോടൊപ്പമുണ്ട്. സലിം, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുറ്റപത്രത്തിൽ പറയുന്ന വകുപ്പുകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒപ്പം തന്നെ ഈ കർത്തയ്ക്കും എതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം അതിലെ ഏറ്റവും കുറഞ്ഞത് 3 മാസം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന കുറ്റത്തിലെ അതിലെ ശിക്ഷ, പരമാവധി ശിക്ഷ. ഒപ്പം തന്നെ എത്ര രൂപ കൈപ്പറ്റിയോ അതിന്റെ ആ തുകയോ അതിന് തത്തുല്യമായ തുകയോ അതിന് 3 ഇരട്ടി വരെ തുകയോ പിഴയും ഈടാക്കാം എന്നുള്ളതാണ് ഈ ശിക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന തുക. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CMRL അത് പൊതുജനങ്ങളുടെ കൂടി പണത്തിൽ നിന്നും എടുത്ത ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് നടത്തിയ തട്ടിപ്പ് എന്ന നിലയിൽ കൂടിയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ 3 മാസം എന്നത് മാറി 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് എന്ന നിലയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ മകൾ 3 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും. എന്തായാലും അതൊക്കെ ഇനി പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നത്. എന്തായാലും SFIO നടത്തിയ അന്വേഷണത്തിൽ, അത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടല്ല, അതിന്റെ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ടിൽ നിലവിൽ പറയുന്നത് ഈ വീണ വിജയൻ അനധികൃതമായി മാസപ്പടി എന്ന നിലയിൽ തന്നെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, ആ ഇടപാടിനെ ചൊല്ലിയുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള കൂലിയല്ല, പകരം മാസപ്പടിയാണ് കൈപ്പറ്റിയത് എന്നുള്ളതാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്, അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് കമ്പനികാര്യ മന്ത്രാലയം അതിൽ വീണ വിജയനെയും ഒപ്പം തന്നെ ആ കമ്പനിയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കൂടി വലിയ തിരിച്ചടിയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്, CPIMന്റെ നിലപാട്. ആ നിലപാടിൽ ഇപ്പോഴെന്തായാലും വലിയ തിരിച്ചടി ഒരു കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ CPIM സ്വാഭാവികമായും ഇനി പ്രതിരോധിക്കാൻ പോകുന്നത് അത് കേന്ദ്രത്തിന്റെ വേട്ടയാടൽ നടപടി എന്നുള്ളതായിരിക്കും. പക്ഷേ എന്ത് തന്നെയായാലും ആ പ്രോസിക്യൂഷൻ നടപടിയെ ഇനി മുഖ്യമന്ത്രിയുടെ മകൾ നേരിടേണ്ടി വരും. നാളെ മുതൽ തന്നെ വീണ്ടും മാസപ്പടി സജീവ ചർച്ചയിലേക്ക് ശശിധരൻ കർത്തയും CMRലും എല്ലാം ഈ കേസിൽ പ്രതികളായി മാറുന്നു അല്ലേ? അതെ, അതായത് ഈ കേസിലെ കുറ്റപത്ര പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ, ഒപ്പം തന്നെ ശശിധരൻ കർത്ത, എക്സാലോജിക്ക് തുടങ്ങിയ കമ്പനികൾ പ്രതികൾ, CMRL തുടങ്ങിയ കമ്പനികൾ പ്രതികളാകുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായി അവർ പറയുന്നത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനത്തിന്റെ കൂലി എന്നുള്ളതല്ല. ആ സേവനം നടത്തിയതിന് ഏതെങ്കിലും തരത്തിൽ തെളിവില്ല. മാത്രമല്ല ഈ തുകകൾ, ഇത് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 2.70 കോടി രൂപ അല്ലാതെ തന്നെ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നിട്ടുണ്ട്. അത് വലിയ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സേവനമാണ് എന്നുള്ളത് വിശദമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാഞ്ഞതാണ് ഈ 2.70 കോടി രൂപ. അത് ഏത് ഇടപാടിനാണ്, ഏത് സഹായത്തിനാണ് എന്ന് പലതവണ ചോദ്യം ചെയ്തിട്ടും പലതവണ ചോദിച്ചറിഞ്ഞിട്ടും പലതവണ രേഖകൾ പരിശോധിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ശശിധരൻ കർത്തയും വീണ വിജയനും ഒപ്പം കമ്പനിയും പ്രതിപ്പട്ടികയിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRലിനുമെതിരെ കമ്പനികാര്യ ചട്ടം 447 പ്രകാരമാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കിന് സേവനം നൽകാതെ 2.7 കോടി രൂപയാണ് CMRL, എംപവർ ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്ന് അനധികൃതമായി ലഭിച്ചത്. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. സ്വാഭാവികമായും ഈ കേസ് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒന്നായി മാറാൻ പോകുന്നു. ഇപ്പോൾ വിവാദമായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിക്കുന്നു. എക്സാലോജിക്കും ശശിധരൻ കർത്തിയും CMRലും സഹോദര സ്ഥാപനവും കേസിൽ പ്രതികളാണ് എന്നാണ് SFIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. 10 വർഷം വരെ 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ വേണമെങ്കിൽ പിഴയായും
ചുമത്താം. ഇതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും വിവരവും. നമുക്കിതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കമ്പനി കാര്യ മന്ത്രാലയം SFIOക്ക് അനുമതി നൽകിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരിക.